ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് പുറത്തുനിന്ന് ഔട്ടിങ്ങിന് പോയതാണ്. ഇപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല, ചെറിയ ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആണ്. അപ്പോൾ വെറുതെ ഒന്ന് പാർക്കിലൊക്കെ നടക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്നൊന്ന് പുറത്ത് പോയതാണ് കേട്ടോ, വെറുതെ ഒന്ന്. ജർമ്മനിയിലൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കുറേ ഇങ്ങനെ പാർക്കുകളൊക്കെ ഉണ്ടാവട്ടെ, നമുക്കിങ്ങനെ നടക്കാനും പിന്നെ പിള്ളേർക്കുള്ള കളിക്കാനുള്ള സംഭവങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ നല്ല പാർക്കുകളുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഈ ഇലകളൊക്കെ വന്നു തുടങ്ങിയേക്കണോണ്ട് തന്നെ നല്ല എന്താ പറയുക, നല്ലൊരു ഇതായിട്ട് നമുക്ക് നടക്കാനും എല്ലാത്തിനും നല്ലൊരു സ്പേസ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ചൂടായതുകൊണ്ട് ഐസും കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഐസ് എന്തെങ്കിലും കഴിക്കാം, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു സൈഡിലാണെങ്കിൽ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരാണെങ്കിൽ അവിടെ നമുക്ക് കളിക്കാൻ പറ്റുകൊണ്ട് നമ്മളവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിരുന്ന് കളിച്ചർമ്മിച്ചു വന്നോളൂ. നമുക്കാണെങ്കിലും അവിടെ ഒന്ന് ഇരിക്കുകയും പിന്നെ കുറച്ച് നടക്കുകയൊക്കെ ചെയ്യുകയും ചെയ്യാം. പിള്ളേർക്കൊന്നും സേഫ് ഉണ്ടല്ലോ, നാട്ടിൽ പോലെയല്ലല്ലോ, ശരിക്കും നല്ല സേഫ്റ്റി ഉണ്ട് പിള്ളേർക്ക്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലായിരുന്നു. അവരാണെങ്കിൽ നന്നായിട്ട് കളിച്ച് അർമാദിക്കുകയായിരുന്നു കേട്ടോ. And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. Life lessons. അപ്പോൾ ആ പാർക്കിൻ്റെ തന്നെ ഓരോരോ ഭാഗങ്ങൾ എന്ന് പറയുന്ന പോലെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോ എടുത്തു, കാര്യങ്ങളൊക്കെ ഇത് ചെയ്തു. പിള്ളേരാണെങ്കിലും കുറേ നേരം അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി, അങ്ങനെ ഒരു 2-2.5 മണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇത് ചെയ്തു കേട്ടോ. അപ്പോഴും ആ പാർക്കിൽ ഒരു സൈഡ് മാത്രമേ ഞങ്ങൾ തീർത്തുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ചെറിയൊരു സൂ പോലെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ അതിന് മുമ്പ് പോയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് പോയില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ പോവാത്ത സൈഡിൽ കൂടെയാണ് പോയത് കേട്ടോ. എന്നിട്ടും ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു ഗുണം. ഇവിടെ ഇങ്ങനെ കുറച്ചും കൂടെ എന്താ പറയുക, നേച്ചർ ഫ്രണ്ട്ലി എന്നൊക്കെ പറയണ പോലെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അവിടെയാണെങ്കിൽ പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് അവരുടെ രീതിയിൽ കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. വലിയവരും പിള്ളേരും എല്ലാവരും ഇരുന്ന് കളിക്കലും അർമാദിക്കലും എല്ലാവരും ഉണ്ട് കേട്ടോ. And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഒരു ഐസൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഐസൊക്കെ വാങ്ങിച്ചു. പക്ഷേ ഞാൻ ഒരെണ്ണമായിട്ട് എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് വാങ്ങിച്ചില്ല കേട്ടോ. ഞാനും ചെയ്യുമ്പോഴും കൂടെ ഒരെണ്ണം വാങ്ങിച്ച് 50 ചെയ്തുള്ളൂ. കാരണം ഇപ്പം എന്താണെന്ന് അറിയില്ല, തണുപ്പ് ഒത്തിരി ചെല്ലുമ്പോഴേക്കും നമ്മുടെ തൊണ്ടയൊക്കെ ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി കണ്ടോ, 2 മണി ആവാറേ, വിശന്നിട്ട് പാടില്ല. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ ഹോട്ടലിലൊക്കെ കയറി, പക്ഷേ ഉച്ചയ്ക്കൊന്നും ഒരു ഹോട്ടലും ഓപ്പൺ അല്ലായിരുന്നു. എല്ലാം 4 മണി 6 മണി ആ ടൈമിലൊക്കെ ഓപ്പൺ ആവുള്ളായിരുന്നു. അതോടെ ഞങ്ങളിങ്ങനെ വിശന്നിട്ട് ഒരു പരിവായി ഇങ്ങനെ നടക്കുകയായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഓപ്പൺ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷെ എങ്ങും ഉണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങളൊരു മാളിൽ കയറി. അപ്പോൾ അവിടെ നമുക്ക് ഫുഡ് കോർട്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാൽ ഞങ്ങളൊരു മാളിൽ കയറി. അപ്പോൾ അവിടെയും പിള്ളേർക്ക് കളിക്കാനുള്ള സമയം കണ്ടുകൊണ്ട് അവിടെ കളിച്ചു. പിന്നെ ഞങ്ങൾ എന്തോ ഫുഡ് വാങ്ങിച്ചെന്തായിരുന്നു, ഞാനിപ്പോൾ മറന്നുപോയിട്ടാണ്. ഫുഡിൻ്റെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം വിശന്ന ഒരു പരിവായിട്ടാണല്ലോ ചെന്നത്, അതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളങ്ങനെ മാളിൽ കയറി, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിള്ളേർ കളിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ തിരിച്ച് വന്നതിന് വിചാരിച്ചു എന്നാൽ കാറും കൂടെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഒരു സ്ഥലം വരെ പോകണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാറ് വാഷ് ചെയ്യാൻ വേണ്ടി കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം നമ്മൾ പോസ്റ്റായിട്ട് നിൽക്കണമായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെറുതെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ നിന്നു. അങ്ങനെ നമ്മൾ കാർ വാഷൊക്കെ ചെയ്തു. ഇവിടെയെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ വന്നിട്ട് കാർ വാഷ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും കാർ വാഷ് ചെയ്യുന്ന സെൻറ്ററിൽ പോയിട്ട് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ചെറിയ ഷോപ്പിങ്ങും കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവസാനം
വണ്ടി കഴുകാനും കൂടെ വന്നൊക്കെയുണ്ടെന്ന്, അതും കൂടെ തീർത്തിട്ട് വീട്ടിൽ പോകാമല്ലോ എന്ന് വെച്ചുകൊണ്ട് വണ്ടി കഴുകാനും കൂടെ വന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേഗം വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.